നിങ്ങളുടെ വീട്ടിൽ ഈ 10 നക്ഷത്രക്കാരിൽ ആരെങ്കിലുമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം മെയ് 25-ന് ശേഷം ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ തടസ്സം മാത്രം കണ്ട ജീവിതം ഇനി ഉയർച്ച കാണാൻ പോകുന്നു. കടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ വിഷമങ്ങൾ, മനസ്സിലെ ഭയം, ഇതൊക്കെ പതിയെ മാറുന്ന ഒരു സമയമാണ്. എല്ലാ കഷ്ടതകളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം ആരംഭിക്കുന്നു. ശുക്രൻ അടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ ശുക്രൻ ഉദിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. സകല ദുരിത ദുഃഖങ്ങളും മാറും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇന്ന് ജീവിതത്തിൽ മറുപടി തേടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ സമയം തെളിയുക? എത്ര ശ്രമിച്ചാലും കയ്യിൽ പണം നിൽക്കുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ചിലർക്കാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ചിലർക്ക് ജോലി തടസ്സങ്ങൾ, മറ്റു ചിലർക്ക് കടബാധ്യതകൾ. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുമായി കഴിയുന്നവർക്ക് ഒരു ശാശ്വതമായ പരിഹാരമാവുകയാണ്. മെയ് 25 മുതൽ ഈ 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുക്രൻ്റെ അനുഗ്രഹം പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ഭാഗം ശ്രദ്ധയോടെ കേൾക്കുക. ഈ 10 നക്ഷത്രക്കാരുള്ള വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കാൻ തുടങ്ങും. കാരണം ശുക്രൻ എന്നത് സമ്പത്തിൻ്റെ ഗ്രഹമാണ്, ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്, സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്, കുടുംബ സമാധാനത്തിൻ്റെ ഗ്രഹമാണ്. ശുക്രൻ്റെ ഉദയം നടക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ സംഭവിക്കും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും. ഏതൊക്കെയാണ് ആ ഭാഗ്യം തരുന്ന നക്ഷത്രജാതകർ? ഇവർ എങ്ങനെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കും? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗ്യാനുഭവം ലഭിക്കും. നമുക്ക് ആ നക്ഷത്രജാതകരെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അതിസമ്പന്നതയിൽ കഴിയാൻ യോഗം വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. ശുക്രൻ അടിക്കുക യാഥാർത്ഥ്യമാകുന്നത് അവിടെയാണ്. ശുക്രൻ്റെ ഗുണാനുഭവം ഏറ്റവും അധികം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയായിരിക്കും. അവർ മറ്റാരുമല്ല, ഉത്രം നക്ഷത്രമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് ഇനി ആശ്വാസത്തിൻ്റെ സമയമാണ്. പ്രതിസന്ധികൾ അകലുന്നു. ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ജോലിയിലൊരു ഉയർച്ച കാണാം. വീട്ടിലാണെങ്കിൽ സന്തോഷം വർദ്ധിക്കും. ഒരു നല്ല വാർത്ത ഇവരെ തേടിയെത്തും. പക്ഷേ ചില കുശാഗ്ര ബുദ്ധികൾ നിങ്ങളുടെ ഉയർച്ചയെ തടയാനുണ്ട്. അത് ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഒരു ബഗ്ലാമുഖി അർച്ചന നടത്തണം. ശത്രുദോഷം ഒത്തിരിയുണ്ട് ഉത്തരനക്ഷത്ര ജാതകർക്ക്. അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർ രക്ഷപ്പെടും. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ഒരുപാട് നാളുകളായി കാത്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ കടബാധ്യതകൾ മാറിക്കിട്ടും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന സമയമാണ്. ദൈവാനുഗ്രഹം കൂടെയുള്ള സമയമാണ്. മൂന്നാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ശുക്രൻ്റെ ഉദയം ഒരു വലിയ മാറ്റം വന്നു ചേരും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമതകളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തികമായി നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയം.
ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയം. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഒരു അപ്രതീക്ഷിത ഭാഗ്യവും നിങ്ങൾക്ക് കാണാം. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും. നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ ഇനിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. തീർച്ചയായിട്ടും വരുന്ന നാളുകൾ ഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. രേവതി നക്ഷത്ര ജാതകർ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവർക്ക് വരുന്ന ഭാഗ്യം പോലും നഷ്ടമാകാം. കാരണം ഇതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലം അവസാനിക്കും. എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇനി നടക്കാൻ തുടങ്ങും. വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകർക്കും ശുക്രൻ്റെ അനുഗ്രഹം സാമ്പത്തിക ഉയർച്ച നൽകും. പുതിയ അവസരങ്ങൾ വരും. ഭൂമി, വീട് സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാകും. മനസ്സിൽ സന്തോഷം വർദ്ധിക്കും. ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അത്തം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഇത് കേൾക്കുന്നവർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യോദയം തുടങ്ങും. വളരെ നാളുകളായി തടസ്സപ്പെട്ടിരുന്ന ഒരു പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശത്രുദോഷങ്ങളൊക്കെ കുറയും. ദൈവിക സംരക്ഷണം നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് ഭദ്രകാളിയുടെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ്. ഏഴാമത്തെ നക്ഷത്രം പുണർതമാണ്. പുണർത നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ ഒരു വലിയ തുടക്കം ഇവിടെ ആരംഭിക്കും. ജോലിയിൽ മുന്നേറ്റമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. വിദേശ അവസരങ്ങൾ പോലും ലഭിക്കാം. വിദേശത്ത് പോകും. വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരും. അങ്ങനെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച, ഭാഗ്യം, നേട്ടം ഒക്കെ വന്നു ചേരും. ഞാനീ പറയുന്നത് പൊതുവായ ഫലങ്ങളാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി തരും. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു ഉയർച്ച ഉണ്ടാവും. ഞാൻ ഇത് ഒരുപാട് കേൾക്കുന്നതാണ്, ദിനവും കേൾക്കുന്നതാണ്. എൻ്റെ കഷ്ടപ്പാട് മാറുമോ? അങ്ങനെയാണ് നിങ്ങൾക്കെങ്കിൽ ഈ സമയം നിങ്ങളെ കൈവിടില്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയമാണിത്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ഇനി മാനസിക സമാധാനം ലഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ പതിയെ മാറും. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയം. ഒൻപതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ഉദയം വലിയ ഐശ്വര്യം നൽകും. ധനലാഭം ഉണ്ടാകും. വീട്ടിൽ സന്തോഷ വാർത്തകൾ കേൾക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയമാണ് പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ. പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും. ഉണ്ട് എങ്കിൽ എസ് എന്നൊന്ന് എഴുതിയേക്കണേ. ഭരണി നക്ഷത്ര ജാതകരാണ് അവർ. ഇനി ജീവിതത്തിൽ പുതു വെളിച്ചം വീഴുന്ന സമയമാണ്. ഇതുവരെ അനുഭവിച്ചിരുന്ന തടസ്സങ്ങളൊക്കെ മാറും. ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതം മാറ്റും. ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ രക്ഷപ്പെടും. അതായത് ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന് സാരം. ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഉറപ്പായ കാര്യമാണ്. ഈ 10 നക്ഷത്ര ജാതകരും ഒരു കാര്യം ചെയ്യണം. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. വീട്ടിൽ വിളക്ക് തെളിയിക്കുക. ശുക്രൻ്റെ അനുഗ്രഹം ഇരട്ടിയാകും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഭാഗ്യത്തിനൊപ്പം നമ്മൾ കഠിനാധ്വാനവും ചെയ്യണം. അപ്പോൾ മാത്രമേ വലിയ വിജയങ്ങൾ നമ്മളെ തേടി വരികയുള്ളൂ. ഉറപ്പായും കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 10 നക്ഷത്ര ജാതകരും ഇനി ഭയപ്പെടേണ്ട. നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ്. കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും.
വീട്ടിൽ സർവൈശ്വര്യം വന്നു നിറയും, ധനം വരും, ഉയർച്ച വരും, സന്തോഷം വരും, ജോലി കിട്ടാത്തവർക്കൊക്കെ ജോലി കിട്ടും, വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം കിട്ടും, സത്സന്താന ഭാഗ്യം വന്നു ചേരും. അങ്ങനെ ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതുറപ്പാണ്, സത്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. വരുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.